തണ്ണീർക്കൊമ്പന് കണ്ണീർ മടക്കം. വയനാട് മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന ചെരിഞ്ഞത് ഹൃദയാഘാതവും ശ്വാസകോശ അണുബാധയും മൂലം. ആനയുടെ ശരീരത്തിൽ 1 മാസത്തിലേറെ പഴക്കമുള്ള ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. ബന്ദിപ്പൂർ വനത്തിലെ രാമപുര ആനസങ്കേതത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ആന ചെരിഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സമിതി രൂപീകരിച്ചു. തണ്ണീർക്കൊമ്പന്റെ വലതു തുടയിലുണ്ടായിരുന്ന മുഴയ്ക്ക് താഴെ ആഴമേറിയ മുറിവിൽ പഴുപ്പ് നിറഞ്ഞിരുന്നു. ശ്വാസകോശത്തിൽ കനത്ത അണുബാധ. ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട ആനയ്ക്ക് സമ്മർദ്ദം താങ്ങാനാകുന്നതിലും അധികമായെന്നാണ് നിഗമനമെന്നും 5 മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് പറഞ്ഞു. തുടയിലുള്ള മുറിവുകൾക്ക് ഏകദേശം 1 മാസത്തോളം പഴക്കമുണ്ട്. അത് മൂലമുണ്ടെന്ന ഒരു പൾമണറി അറസ്റ്റാണ് മരണകാരണമായി വരുന്നത്. കേരള കർണാടക സംസ്ഥാനങ്ങളിലെ ഡോക്ടേഴ്സിന്റെ സംയുക്ത സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആന ചെരിയാനിടയായ സാഹചര്യം അന്വേഷിക്കുന്നതിന് സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിച്ചു. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദനാണ് സമിതി അധ്യക്ഷൻ. ഫോറസ്റ്റ് കൺസർവേറ്റർ നീതുലക്ഷ്മി എം, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ആർ രാജ്, വന്യജീവി സംരക്ഷണ പ്രവർത്തകൻ ഡോക്ടർ റോഷ്നാഥ രമേശ്, നിയമവിദഗ്ധൻ എൽ നമശിവായൻ എന്നിവരാണ് അംഗങ്ങൾ. മാനന്തവാടിയിൽ നിന്ന് ബന്ദിപ്പൂർ രാമപുരയിലെ ക്യാമ്പിലെത്തിച്ച ശേഷം എലിഫന്റ് ആംബുലൻസിൽ നിന്ന് ഇറക്കുമ്പോഴാണ് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത്. വിവരം പുറം ലോകത്തെ അറിയിച്ചത് 24. മയക്കുവെടി വെക്കും മുൻപ് കൊമ്പൻ ആരോഗ്യമുള്ള ആനയുടെ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചത്. വാഴത്തോട്ടത്തിൽ ഓടി നടക്കുകയും കുന്നിനു മുകളിൽ കയറുകയും ചെയ്തു. ജനവാസ കേന്ദ്രത്തിൽ മറ്റു വഴികളില്ലാത്തതിനാലാണ് മയക്കുവെടി വെക്കേണ്ട സാഹചര്യമുണ്ടായതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. 24 വയനാട്. സാഹിത്യ അക്കാദമിയോട് പരിഭവിച്ച കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തതിന് തുച്ഛമായ പ്രതിഫലം നൽകി അപമാനിച്ചു എന്നാണ് പരാതി. അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചു. പിന്നാലെ വിമർശനം ഉന്നയിച്ചെങ്കിലും വിവാദത്തിന് നിൽക്കാതെ പിൻവലിക്കുകയും ചെയ്തു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉന്നയിച്ച പൊതുപ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ജനുവരി 30 സാർവദേശീയ സാഹിത്യോത്സവത്തിൽ കുമാരനാശാന്റെ കരുണയെക്കുറിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രസംഗിച്ചത് 2 മണിക്കൂറിലേറെ. പ്രതിഫലമായി കിട്ടിയത് 2400 രൂപ മാത്രമെന്ന് കവി. സീരിയലിൽ അഭിനയിച്ചുണ്ടാക്കിയ 1100 രൂപ കയ്യിൽ നിന്നെടുത്താണ് വണ്ടിക്കൂലി കൊടുത്തതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലിൽ തന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നും കുറിപ്പ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ വിഷമത്തിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചു. പക്ഷേ ബാലചന്ദ്രന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൂടുതൽ സംസാരിച്ചു, വളരെ കൂടുതൽ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന എന്നുള്ള നിലയ്ക്കാണ്. അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ബാലചന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. യാത്രാപ്പടിയെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ അത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ശരിയായ വഴിയെന്ന് ഓർമ്മപ്പെടുത്തൽ. പൈസ വാങ്ങാതെ താൻ അനേകം പരിപാടിക്ക് പോയിട്ടുണ്ടെന്നും സച്ചിദാനന്ദൻ. മണിക്കൂറുകൾക്കുള്ളിൽ കുറിപ്പ് പിൻവലിച്ച് വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമവുമുണ്ടായി. ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി സംസാരിച്ചെന്നും പ്രശ്നം പണമല്ലെന്നും മന്ത്രി സജി ചെറിയാൻ. അത് അവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട് പറ്റിയൊരു പിഴവാണ്. അതിന് ഖേദം പ്രകടിപ്പിച്ചു. ആ വിഷയം അങ്ങനെ അവസാനിച്ചു. ബാലേന്ദ്രൻ സാറിനെ വിളിച്ചാൽ സാഹിത്യകാരന്മാർക്ക് വേണ്ടത്ര ഒരു ബഹുമാനം മറ്റുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്നതനുസരിച്ചുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നലിൽ നിന്നാണ് അദ്ദേഹത്തെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ കാര്യം ഗവൺമെന്റിന്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താം. സാഹിത്യോത്സവത്തിന് സർക്കാർ ആവശ്യമായ തുക നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതിഷേധക്കുറിപ്പിനെ തുടർന്ന് സാഹിത്യ അക്കാദമിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. 24 തൃശൂർ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പിന്നാലെ സാഹിത്യ അക്കാദമിക്കെതിരെ ആരോപണവുമായി ശ്രീകുമാരൻ തമ്പിയും രംഗത്ത്. കേരള ഗാനം എഴുതി വാങ്ങിയ ശേഷം സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് അറിയിച്ചിട്ടില്ല എന്നാണ് വിമർശനം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ശ്രീകുമാരൻ തമ്പി ദുരനുഭവം പങ്കുവച്ചത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, സാംസ്കാരിക മന്ത്രി ഇതിൽ മറുപടി പറയണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം. ഒപ്പം തന്നെ ചുള്ളിക്കാടിന് മാത്രമല്ല തനിക്കുമുണ്ട് പരാതി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത് എന്താണ്? ശ്രീകുമാരൻ തമ്പിയെ പോലെ ഒരാളാണ് ഈ പരാതി പറയുന്നത്. സർക്കാർ അത് ഗൗരവത്തിൽ തന്നെ എടുക്കുമോ? ശ്യാംകുമാർ.
റജിത്ത്, തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ കവികളിൽ ഒരാളാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ പരാതി ഏതായാലും സർക്കാരിന് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നുമല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളഗാനം എഴുതണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ അക്കാദമി സെക്രട്ടറി ആയിട്ട് സമീപിക്കുന്നു. പിന്നീട് കവി സച്ചിദാനന്ദൻ അദ്ദേഹത്തെ സമീപിക്കുന്നു. ഇവരുടെയൊക്കെ നിർബന്ധ പ്രകാരം എഴുതി നൽകിയ കേരളഗാനം ഒരു തവണ തിരുത്തി നൽകുകയും ചെയ്തു. അതിനുശേഷം ഒരു ചാനലിൽ കേരളഗാനം എഴുതാൻ അവസരം എന്ന രീതിയിൽ പരസ്യം പോയപ്പോഴാണ് താൻ എഴുതി നൽകിയ ഗാനം തിരസ്കരിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കുന്നത് പോലും. അത് പ്രേക്ഷകർക്ക് കേൾക്കുന്നതിന് വേണ്ടി അടുത്ത ദിവസം ഈണം നൽകി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനു പുറമെ സാഹിത്യോത്സവത്തിൽ തനിക്ക് ക്ഷണമില്ലായിരുന്നു എന്നുള്ള ഒരു പരാതി കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി മറുപടി പറയണമെന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. ഒട്ടും പുറകെ നിൽക്കുന്ന ഒരാളല്ല. ഇത്തരം അക്കാദമിയുടെ ഒരു തരത്തിലുള്ള അവാർഡുകൾക്കും താൻ പുറകെ നടന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഈ അവഗണന എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഈ മേഖലയിൽ ബാലേന്ദ്ര ചുള്ളിക്കാടിന് പുറമെ ഈ അക്കാദമി ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായ അവഗണന നേരിട്ട മറ്റൊരാൾ ശ്രീകുമാരൻ തമ്പിയാണെന്നുള്ളത് വ്യക്തമാകുകയാണ്. ഏതായാലും സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതിന് മറുപടി നൽകുമോ, അക്കാദമി ഇതിന് എന്ത് മറുപടി നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്യുന്നുണ്ട്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ തിരുവല്ലോമല സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാരൻ 2 കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്ന് പരാതി. വ്യാജരേഖകൾ ഉണ്ടാക്കി പലരുടെയും നിക്ഷേപങ്ങൾ പിൻവലിക്കുകയായിരുന്നു. ബാങ്ക് സെക്രട്ടറി പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിലാണ് വൻ തട്ടിപ്പ് നടന്നത്. ബാങ്കിലെ ഹെഡ് ക്ലർക്കായ മലേശമംഗലം ചക്കച്ചൻകാട് സ്വദേശി സുനീഷിനെതിരെയാണ് പരാതി. നിക്ഷേപകരുടെ പേരിൽ വ്യാജ ഒപ്പും രേഖകളുമുണ്ടാക്കി ഇയാൾ പണം പിൻവലിച്ചു. നിക്ഷേപകർ ബാങ്കിലെത്തിയപ്പോഴാണ് അക്കൗണ്ടിൽ പണമില്ലെന്നറിയുന്നത്. ഇതോടെ തട്ടിപ്പ് പുറത്തായി. 15ലധികം പേരിൽ നിന്നായി 2 കോടിയിലധികം രൂപയാണ് തട്ടിയത്. സംഭവം വിവാദമായതോടെ ബാങ്ക് സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. കേസെടുക്കുന്നതിന് മുന്നോടിയായി പോലീസ് സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തി. സുനീഷ് ഒറ്റയ്ക്കാണോ തട്ടിപ്പ് നടത്തിയതെന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോൺഗ്രസ് അനുഭാവിയായ സുനീഷിനെ പാർട്ടി ഇടപെട്ടാണ് ബാങ്കിൽ നിയമിച്ചതെന്ന് ആരോപണമുണ്ട്. 24 തൃശൂർ. മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് LK അദ്വാനിക്ക് ഭാരതരത്ന നൽകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. രാജ്യവികസനത്തിന് അദ്വാനിയുടെ പങ്ക് നിസ്തുലമെന്ന് നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യവികസനത്തിന് LK അദ്വാനി നൽകിയ മഹത്തരമായ സംഭാവനയെ ആദരിക്കുന്നു എന്ന് സൂചിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. ഭാരതരത്ന നൽകാനുള്ള വിവരം പ്രധാനമന്ത്രി ഫോൺ മുഖേന LK അദ്വാനി അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ സിവിലിയൻ പുരസ്കാരമായ പത്മവിഭൂഷൺ നൽകി നേരത്തെ രാജ്യം LK അദ്വാനിയെ ആദരിച്ചിട്ടുണ്ട്. പാർലമെന്ററി ഇടപെടലുകൾ മാതൃകാപരവും സമ്പന്നമായ ഉൾക്കാഴ്ചകളാൽ സമൃദ്ധവുമാക്കിയ നേതാവാണ് LK അദ്വാനിയെന്ന് പ്രധാനമന്ത്രി അഭിനന്ദന സന്ദേശത്തിൽ വ്യക്തമാക്കി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങി സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ LK അദ്വാനിയെ പരമോന്നത സിവിലിയൻ പുരസ്കാര ലബ്ധിയിൽ അഭിനന്ദിച്ചു. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയ സാഹചര്യത്തിലാണ് LK അദ്വാനിക്ക് ഇപ്പോൾ ഭാരതരത്ന നൽകാനുള്ള തീരുമാനം. കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അദ്വാനിയെ അവഗണിച്ചെന്ന വിമർശനം ചില സംഘപരിവാർ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് LK അദ്വാനിക്ക് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. മുതിർന്ന BJP നേതാക്കളെ ആദരിക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ പുതിയ നേതൃത്വം ഒരു പിശകും കാട്ടിയിട്ടില്ല. ഇത് പൊതുതെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വ്യക്തമാക്കുക കൂടിയാണ് ഭാരതരത്ന പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ, 24. താജ്മഹലിലെ ഉറൂസ് ആഘോഷം വിലക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭയുടെ ഹർജി. ഫെബ്രുവരി 6-നും 8-നും ഇടയിൽ നടക്കുന്ന ഉറൂസ് വിലക്കണമെന്നാണ് ആഗ്ര കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. താജ്മഹൽ മുമ്പ് ശിവക്ഷേത്രമായിരുന്നെന്ന ഹിന്ദു ജാഗരൺ മഞ്ച് അവകാശവാദം തെറ്റാണെന്ന് കഴിഞ്ഞ ദിവസം പുരാവസ്തു ഗവേഷണ വകുപ്പ് കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം ഗ്യാൻവാബി മസ്ജിദിലെ അറയിൽ തുടർച്ചയായ 3-ാം ദിവസവും പൂജ നടന്നു. മുഗൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉറൂസ് ആഘോഷത്തിന് അനുമതി നൽകിയിരുന്നില്ലെന്നാണ് ഹിന്ദുസേനയുടെ വാദം. ഇക്കാര്യത്തിലെ വിവരാവകാശ രേഖയും ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് സൗരഭ് ശർമ്മയാണ് ഹർജിക്കാരൻ. ഉറൂസിന് താജ്മഹലിൽ സൗജന്യ പ്രവേശനം നൽകുന്നതിനെയും ഹർജി എതിർക്കുന്നു. ഹർജി മാർച്ച് 4-ന് ആഗ്ര കോടതി പരിഗണിക്കും. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ശിവക്ഷേത്രമായിരുന്നു എന്നാണ് ഹിന്ദു ജാഗരൺ മഞ്ച് നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. ഇക്കാര്യത്തിൽ പുരാവസ്തു വകുപ്പ് കഴിഞ്ഞ ദിവസം താജ്മഹൽ ക്ഷേത്രമല്ലായിരുന്നു എന്ന സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഗ്യാൻവാബിയിലെ അറയിൽ തുടർച്ചയായ 3-ാം ദിവസവും പൂജാ ചടങ്ങുകൾ തുടരുകയാണ്. കനത്ത സുരക്ഷയിലായിരുന്നു ഇന്ന് പുലർച്ചത്തെ ഉഷപൂജ. അതേസമയം വിഷയത്തിൽ മുസ്ലിം വ്യക്തി ബോർഡ് രാഷ്ട്രപതിയെ കാണും. ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം അട്ടിമറിക്കുന്നുവെന്ന നിവേദനമാകും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാഷ്ട്രപതിക്ക് നൽകുക. R രാധാകൃഷ്ണൻ, 24, ഡൽഹി.
പള്ളികൾ പൊളിച്ചാൽ മുസ്ലിങ്ങൾ കലാപമുണ്ടാക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുസ്ലിങ്ങൾ അങ്ങേയറ്റം ക്ഷമയുള്ളവരാണെന്നാണ് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത്. മുസ്ലിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കൊപ്പം നിൽക്കാൻ മതേതര ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. വിവേകം നഷ്ടപ്പെടുത്തി ജനങ്ങളെ കുഴപ്പത്തിലേക്ക് വലിച്ചിടാം എന്നാണ് കരുതുന്നത്. ഇത് ആളുകൾക്ക് പ്രധാനമന്ത്രിയോടും മറ്റുള്ള എല്ലാ മന്ത്രിമാരോടും പറയാനുള്ളത്, ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമയുള്ളവരാണ്. ക്ഷമിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ഭീരുക്കളാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ക്ഷമയുള്ളവരാണ്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ഒരിക്കലും നാം അനുവദിക്കുകയില്ല. ആരാധനാലയ സംരക്ഷണ നിയമം ഫലപ്രദമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി മർക്കസ് സമ്മേളനം. മസ്ജിദുകൾക്ക് നേരെയുള്ള കയ്യേറ്റം സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തും. ഗ്യാൻബാബി പള്ളിയിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ പരിശോധനയ്ക്ക് അനുമതി നൽകിയത് ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരാണെന്നും മർക്കസ് പ്രമേയത്തിൽ പറയുന്നു. കോഴിക്കോട് എവേക്ക് യൂത്ത് ഫോർ നേഷൻ പരിപാടിക്കിടെ സദസ്സിനോട് ക്ഷോഭിച്ച് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. ഭാരത് മാതാ മുദ്രാവാക്യം സദസ്സ് ഏറ്റുവിളിക്കാത്തതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച യൂത്ത് കോൺക്ലേവിന്റെ അവസാന ദിനമായ ഇന്ന് ഉദ്ഘാടനത്തിനായി എത്തിയതായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി. ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം സദസ്സിനോട് ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു. എന്നാൽ പലരും അതിന് തയ്യാറായില്ല. ഇതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. I'm going to ask you a straight question. Bharat is not your mother, or is this? Why this attitude? ഭാരതത്തെ അമ്മയായി കാണാത്തവർക്ക് ഇവിടം വിട്ടു പോകാമെന്നും മന്ത്രി. Bharat Mata ki. This woman is still standing like this. I think you can leave the house. രാജ്യത്തെക്കുറിച്ചോർത്ത് അഭിമാനിക്കാൻ ചിലർക്ക് മടിയാണെന്നും മീനാക്ഷി ലേഖി വിമർശിച്ചു. നെഹ്റു യുവകേന്ദ്രയുമായി സഹകരിച്ച് നാഷണൽ യൂത്ത് ഡേ സെലിബ്രേഷൻ കമ്മിറ്റി, ഖേലോ ഭാരത്, തപസ്യ എന്നീ സംഘടനകളാണ് പരിപാടി സംഘടിപ്പിച്ചത്. 24 കോഴിക്കോട്. ഗാന്ധിജിയെ വെടിവെച്ചുകൊന്ന നാഥുറാം ഗോഡ്സെ അനുകൂലിച്ച കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ പോലീസ് കേസെടുത്തു. SFIയുടെ പരാതിയിലാണ് നടപടി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ക്യാമ്പസിലുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കേസെടുത്തു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ ഗോഡ്സെ ഇന്ത്യ രക്ഷിച്ചതിൽ അഭിമാനമുണ്ടെന്നാണ് പ്രൊഫസർ ഷൈജ ആണ്ടവൻ കുറിച്ചത്. SFI കുന്നമംഗലം പോലീസിന് നൽകിയ പരാതിയിൽ കലാപാഹ്വാനത്തിനാണ് കേസെടുത്തത്. ഷൈജ ആണ്ടവനെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് MK രാഘവൻ MP NIT ഡയറക്ടർക്ക് കത്ത് നൽകി. അധ്യാപികയെ പുറത്താക്കണമെന്ന് DYFIയും ആവശ്യപ്പെട്ടു. SFI കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും KSU, MSF എന്നീ വിദ്യാർത്ഥി സംഘടനകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടുണ്ട്. വിവാദത്തിൽ അധ്യാപിക പ്രതികരിച്ചിട്ടില്ല. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ക്യാമ്പസിൽ നടന്ന സംഘർഷത്തിൽ ശിവപാണ്ഡെ എന്ന വിദ്യാർത്ഥിക്കും കണ്ടാലറിയാവുന്ന 10 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തൽ, മാരകമായി പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. 2ാം വർഷ വിദ്യാർത്ഥി കൈലാഷ് നൽകിയ പരാതിയിലാണ് നടപടി. 24 കോഴിക്കോട്. സുപ്രീം കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നരേന്ദ്രമോദിക്ക് പ്രയാസമുണ്ടാകാത്ത കേസുകളിൽ മാത്രമാണ് നിഷ്പക്ഷ വിധിയുണ്ടാകുന്നത്. ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കിയത് അപമാനകരം. സുപ്രീം കോടതിയോട് നാണമില്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. വിമർശനത്തിന്റെ പേരിൽ കേസെടുത്താലും പ്രശ്നമില്ലെന്നും MA ബേബി പറഞ്ഞു. ലോകത്ത് ഏതു ഭരണഘടനയും അതിനകത്ത് മികവുകളും ഉണ്ടാവും, കുറവുകളും ഉണ്ടാവും, വ്യത്യസ്ത തോതിൽ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കുറവുകളൊന്നുമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ള മികവുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ കുറവുകളാണെന്ന് കരുതുന്നവരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ഞാനൊരു സങ്കോചവുമില്ലാതെ വിമർശനം ഉന്നയിക്കുകയാണ് മോഡിയെയും അമിത്ഷായെയും സംബന്ധിച്ച്. പക്ഷെ ഞാൻ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ 2 പേര് പറയുമ്പം ആ വിമർശനം പൂർണ്ണമാവില്ല. മോഹൻ ഭഗത് എന്ന് പറഞ്ഞിട്ട് വേണം ഇവരുടെ 2 പേരുടെയും പേര് പറയാൻ. മോഹൻ ഭഗത്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അജണ്ട ഇപ്പോൾ തീരുമാനിക്കുന്നത്. RSSന്റെ സർസംഘ് ചാലക്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചു. സമൻസുകൾ തുടർച്ചയായി അവഗണിക്കുന്നതിനെതിരെയാണ് നടപടി. ആം ആദ്മി MLA-മാരെ BJP വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ ഡൽഹി ക്രൈംബ്രാഞ്ചും അരവിന്ദ് കെജ്രിവാളിന് പുറകെയുണ്ട്. മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുകയാണ്.
കേസിൽ 5 തവണ ഇഡി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും പല ഔദ്യോഗിക കാരണങ്ങളും ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ ഒഴിഞ്ഞുമാറി. അന്വേഷണത്തോടുള്ള ഈ അവഗണനയ്ക്കെതിരെയാണ് ഇഡിയുടെ നീക്കം. കേസിന്റെ നടപടികൾ അനുസരിക്കുന്നില്ലെന്നും ഇഡി കോടതിയെ അറിയിച്ചു. ഇതോടെ അരവിന്ദ് കെജ്രിവാളിനെ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും ഉയരുകയാണ്. 25 കോടി രൂപ പാർട്ടി MLA-മാർക്ക് നൽകി ഒപ്പം കൂട്ടാൻ BJP ശ്രമിച്ചെന്ന കെജ്രിവാളിന്റെ പ്രസ്താവനയിൽ നോട്ടീസ് നൽകാൻ ഡൽഹി ക്രൈംബ്രാഞ്ച് സംഘം കെജ്രിവാളിന്റെ വസതിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ കാണാനുള്ള സംഘത്തിന്റെ ആവശ്യത്തെ അംഗീകരിച്ചില്ല. 3 മണിക്കൂറോളം അന്വേഷണ സംഘം കെജ്രിവാളിന്റെ വസതിക്ക് മുമ്പിൽ തുടർന്നു. കെജ്രിവാളിന്റെ പരാമർശത്തിന് അടിസ്ഥാനമായ തെളിവുകൾ നൽകാൻ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ഡൽഹി. ജാർഖണ്ഡ് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് അനുമതി. ഖനന അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറൻ നിലവിൽ ജയിലിലാണ്. റാഞ്ചിയിലെ പ്രത്യേക കോടതിയാണ് വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയത്. അതിനിടെ ഹേമന്ത് സോറിന്റെ അനുയായി ഭാനു പ്രതാപിനെ ഇഡി അറസ്റ്റ് ചെയ്തു. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചമ്പൈ സോറിന് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ 10 ദിവസത്തെ സമയമാണ് ഗവർണർ CP രാധാകൃഷ്ണൻ നൽകിയത്. BJP അട്ടിമറിക്ക് ശ്രമിക്കുന്നുവെന്ന അഭ്യൂഹങ്ങളെ തുടർന്ന് 39 ഭരണകക്ഷി MLA-മാർ ഹൈദരാബാദിലെ റിസോർട്ടിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് ഖനന അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറൻ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ അനുമതി തേടി റാഞ്ചിയിലെ പ്രത്യേക കോടതിയെ സമീപിച്ചത്. ആവശ്യം കോടതി അംഗീകരിച്ചു. ജാർഖണ്ഡ് നിയമസഭാ സമ്മേളനം ഈ മാസം 5-6 തീയതികളിൽ നടത്താനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. അനധികൃത ഭൂമി സമ്പാദനത്തിന് അറസ്റ്റിലായ പോലീസ് ഉദ്യോഗസ്ഥൻ ഭാനു പ്രതാപിനെ ഹേമന്ത് സോറനുമായി ബന്ധപ്പെട്ട കേസിൽ ഇഡി കസ്റ്റഡിയിൽ വാങ്ങി. ഇഡി അറസ്റ്റിനെതിരെ ഹേമന്ത് സോറൻ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. 24 ഡൽഹി. വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് തുക അനുവദിച്ച് സർക്കാർ 67.87 കോടി രൂപ അനുവദിച്ചു എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സ്കോളർഷിപ്പ് ലഭിക്കാതായതോടെ വിദ്യാർത്ഥികൾ ദുരിതത്തിലായ വാർത്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. SC/ST വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിനുള്ള ഏകാശ്രയമായ സർക്കാരിന്റെ സാമ്പത്തിക സഹായം മുടങ്ങിയതോടെ നിരവധി വിദ്യാർത്ഥികൾ ദുരിതത്തിലായിരുന്നു. പണമില്ലാത്തതിനാൽ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരുമുണ്ട്. വിദ്യാർത്ഥികളുടെ ദുരിതം 24 വാർത്തയാക്കി. ഗവൺമെന്റ് ഇതുവരെ എനിക്ക് 3000 രൂപ എന്ന് പറഞ്ഞ് ഇതുവരെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടില്ല. പഠനം മുടങ്ങി വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. പഠന സമയം കഴിഞ്ഞിട്ട് ഫുഡ് സെർവ് ചെയ്യാനൊക്കെ പോയ ഫീസൊക്കെ കളക്ട് ചെയ്തൊക്കെയാണ് മോൻ്റെ മെസ് ഫീസ് അടയ്ക്കുന്നത്. 24 വാർത്തയ്ക്ക് പിന്നാലെ സർക്കാരിന്റെ ഇടപെടൽ. വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിന് 67.87 കോടി രൂപ സർക്കാർ അനുവദിച്ചു. പട്ടികജാതി വിഭാഗത്തിൽ 15.76 കോടി രൂപയും പിന്നോക്ക വിഭാഗത്തിൽ 43.33 കോടി രൂപയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വിഭാഗത്തിൽ 8.78 കോടി രൂപയുമാണ് അനുവദിച്ചത്. വിനീത VG, 24 കൊച്ചി. സർക്കാർ സർവീസിലെ സ്പോർട്സ് കോട്ട നിയമനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 549 പേരടങ്ങിയ ലിസ്റ്റാണ് പൊതുഭരണ വകുപ്പ് പ്രസിദ്ധീകരിച്ചത്. വിവിധ വകുപ്പുകളിലായി 249 ഒഴിവുകളാണ് നിലവിൽ ഉള്ളത്. നിയമനം ആവശ്യപ്പെട്ട് കായിക താരങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് സർക്കാർ നടപടി. മുൻ ഗവൺമെന്റ് ലീഡർ PG മനു പ്രതിയായ പീഡനക്കേസിൽ കൂടുതൽ അറസ്റ്റ്. PG മനുവിന്റെ ജൂനിയർ അഭിഭാഷകൻ ജോബി, ഡ്രൈവർ എൽദോസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനാണ് നടപടി. കേസിൽ മനുവിന്റെ മറ്റൊരു ഡ്രൈവറെ കൂടി പിടികിട്ടാനുണ്ടെന്നും ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. കയ്യേറ്റ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ MLA-ക്ക് മുന്നറിയിപ്പുമായി CPIM ഇടുക്കി ജില്ലാ നേതൃത്വം. ചിന്നക്കനാലിലെ കയ്യേറ്റ ഭൂമി തിരികെ നൽകിയില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി തിരിച്ചുപിടിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ചിന്നക്കനാലിൽ 50 സെന്റ് ഭൂമി മാത്യു കുഴൽനാടൻ കയ്യേറിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ഇതിനിടയിലാണ് CPIM-ന്റെ മുന്നറിയിപ്പ്. മാന്യതയുള്ള നേതാവാണെങ്കിൽ കയ്യേറിയ ഭൂമി ഭൂരഹിതർക്ക് വിട്ടു നൽകണമെന്ന ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ആ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായ ആളുകൾക്ക് കൊടുക്കണം. ഞങ്ങൾ ആലോചിച്ച് ബഹുജനങ്ങളെ അണിനിരത്തി മാർച്ച് നടത്തും. സർക്കാരിലേക്ക് പിടിച്ചെടുത്തിരിക്കുന്ന ഭൂമി തിരിച്ച് വിടുന്നില്ല എങ്കിൽ ആ ഭൂമി ജനങ്ങളെ ആ ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ആരോഗ്യം സർക്കാരിനെ കാണിച്ചു കൊടുക്കും. സർക്കാർ അധിക ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടന് നോട്ടീസ് നൽകിയിരുന്നു. ഈ മാസം 8-ന് ഹാജരാകാനാണ് നിർദ്ദേശം. വിഷയത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. 24 ഇടുക്കി.
സംസ്ഥാന ബജറ്റ് മറ്റന്നാൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കും. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ധനമന്ത്രി സംസ്ഥാന ബജറ്റിന്റെ അവസാനവട്ട മിനുക്ക് പണികളിലാണ്. ജനങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ടാകാതെ ശ്രദ്ധിക്കുമെന്നും നികുതി വളർച്ചയ്ക്കുള്ള വഴികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രവിഹിതത്തിൽ കുറവുണ്ടാകുന്ന സാഹചര്യത്തിൽ അധിക വിഭവ സമാഹരണത്തിന് ലക്ഷ്യമിടുന്ന ബജറ്റാകും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറ്റന്നാൾ നിയമസഭയിൽ അവതരിപ്പിക്കുക. നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ തുടരും. നികുതി ചോർച്ച ഒഴിവാക്കാനും നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള മാർഗങ്ങൾ ബജറ്റിലുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മാന്ദ്യം നേരിടാനുള്ള പദ്ധതികൾക്കും ബജറ്റിൽ മുൻതൂക്കം ലഭിക്കുമെന്നാണ് സൂചന. ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കാനായി സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാനുള്ള നടപടികളും പ്രതീക്ഷിക്കുന്നു. ഭൂനികുതിയിൽ വർധനയുണ്ടാകുമെന്നും സൂചനയുണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാകും ബജറ്റെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, കേരളത്തിലെ ഈ നേട്ടങ്ങൾ ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായ ധാരാളം നല്ല കാര്യങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെയാണ്. അത് സംരക്ഷിക്കാൻ പറ്റുന്ന ബഡ്ജറ്റായിരിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നെങ്കിലും ഇത്തവണ അതുണ്ടാകില്ല. സർക്കാർ ജീവനക്കാർക്ക് 2 ഗഡു ക്ഷാമബത്ത അനുവദിച്ചേക്കും. സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്തുന്നതും ആലോചനയിലുണ്ട്. എന്നാൽ ഇത് ബജറ്റിന് ശേഷം പ്രത്യേക ഉത്തരവിലൂടെ മതിയെന്ന അഭിപ്രായവും നിലവിലുണ്ട്. തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് ധനമന്ത്രി ബാലഗോപാൽ ബജറ്റ് തയ്യാറാക്കുന്നത്. ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകളും ഇതിനിടയിൽ തുടരുന്നു. പ്രതിസന്ധി മറികടക്കാൻ ബജറ്റിൽ മാന്ത്രിക വഴി ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചു. 1000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധനയെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. വേതനത്തിൽ കാലാനുസൃതമായ വർധന വേണമെന്ന ആവശ്യം നിരവധി മാസങ്ങളായി ആശാവർക്കർമാർ ഉന്നയിക്കുന്നുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നാണ് 1000 രൂപയുടെ വർധന പ്രതിമാസ ഓണറേറിയത്തിൽ വരുത്താൻ ധനകാര്യ വകുപ്പ് തീരുമാനിച്ചത്. കഴിഞ്ഞ ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകും. ഇതോടെ പ്രതിഫലം 7000 രൂപയായി ഉയരും. 25,125 ആശാ വർക്കർമാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പ്രതിഫല വിതരണത്തിനായി 31.35 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ഇതിനു പുറമെ അധിക പ്രവർത്തനങ്ങൾ നിർവഹിച്ചാൽ കേന്ദ്രത്തിന്റെ 2000 രൂപയുടെ ഇൻസെന്റീവ് കൂടി ആശാവർക്കർമാർക്ക് ലഭിക്കും. സംസ്ഥാനത്ത് ദേശീയ ആരോഗ്യ ദൗത്യം പ്രവർത്തകർക്ക് കേന്ദ്രം അനുവദിച്ച തുക കഴിഞ്ഞ 3 മാസമായി ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. 24 തിരുവനന്തപുരം. വാർത്തകളിലേക്ക് വീണ്ടും. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ. കേരളത്തിന് താൽപ്പര്യമില്ലെന്ന റെയിൽവേ മന്ത്രിയുടെ പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് പറഞ്ഞു. കേരളത്തിനായുള്ള കേന്ദ്ര ഇടപെടലിന് വീണ്ടും കത്ത് നൽകുമെന്നും കെ.വി. തോമസ് 24 വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതിക്ക് നിലവിൽ കേരളത്തിന് താല്പര്യമുള്ളതായി കാണുന്നില്ലെന്ന റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണമാണ് സംസ്ഥാനത്ത് വീണ്ടും കേരയിൽ ചർച്ചകളെ സജീവമാക്കിയത്. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ.വി. തോമസ് പ്രതികരിച്ചു. റെയിൽവേ മിനിസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളൊരു DPR കൊടുത്തിട്ടുണ്ട് കേരയിൽ കോർപ്പറേഷൻ. കേരയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് തുല്യ പങ്കാളിത്തമുള്ള കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനെ സ്റ്റഡി ചെയ്ത് ഡീറ്റെയിൽ പ്ലാൻ കൊടുത്തിരിക്കുന്നു DPR. അത് പരിശോധിച്ചിട്ട് എത്ര നാളായി, അതിനെക്കുറിച്ച് എത്രയോ പ്രാവശ്യം ഞങ്ങളെല്ലാം പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന കേരള ഗവൺമെൻറ് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അത് അന്ധമായ രാഷ്ട്രീയ വിരോധമാണ്. പദ്ധതികൾക്കായി സമർപ്പിച്ച DPRൽ കേന്ദ്രം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. നിരവധി തവണ പദ്ധതിക്കായി കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര മറുപടിക്കായി വീണ്ടും കത്ത് നൽകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും കെ.വി. തോമസ് അറിയിച്ചു. കേരളത്തിനോട് അന്ധമായ രാഷ്ട്രീയ വിരോധമുള്ളതുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ പെരുമാറുന്നതെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. 24 ഡൽഹി. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ പ്രഖ്യാപനത്തിന് തമിഴ്നാട്ടിൽ സമ്മിശ്ര പ്രതികരണം. രാഷ്ട്രീയത്തിലേക്ക് വിജയെ സ്വാഗതം ചെയ്യുമ്പോഴും സിനിമയല്ല രാഷ്ട്രീയമെന്ന ഓർമ്മപ്പെടുത്തലുകളാണ് അധികവും. പാർട്ടിയിൽ ആളുകളെ ചേർക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ വിജയ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സിനിമാ താരങ്ങളും വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ട്. DMKയും അണ്ണാ DMKയും വിമർശനത്തോടെയാണ് പാർട്ടി പ്രഖ്യാപനത്തിന് ആശംസകൾ നേർന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ ആര് പുതിയ പാർട്ടിയുമായി വന്നാലും അണ്ണാ DMKയെ തകർക്കാൻ കഴിയില്ലെന്ന് മുൻമന്ത്രിയും ADMK മുതിർന്ന നേതാവുമായ ടി ജയകുമാർ പറഞ്ഞു. പ്രശസ്തി കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ പ്രതികരിച്ചു. ജനാധിപത്യ ഇന്ത്യയിൽ ആർക്കും പാർട്ടി ആരംഭിക്കാമെന്നും വിജയാശംസകളെന്നും മന്ത്രി ഉദയനിധി സ്റ്റാലിനും പറഞ്ഞു. വിജയുടെ വരവ് രാഷ്ട്രീയത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്.
വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള തീവ്ര ശ്രമമാണ് തമിഴക വെട്രി കഴകം പ്രവർത്തകർ ആരംഭിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് 1 കോടി പേരെ പാർട്ടിയിൽ ചേർക്കാനാണ് വിജയുടെ ആഹ്വാനം. ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ രാഷ്ട്രീയമാണ് മാറേണ്ടതെന്ന നിലപാടാണ് തമിഴക വെട്രി കഴകത്തിലൂടെ വിജയ് പറയുന്നത്. 24 ചെന്നൈ. പത്തനംതിട്ട DCC മുൻ പ്രസിഡന്റ് ബാബു ജോർജ് CPIMലേക്ക്. ബാബു ജോർജിനെ കൂടാതെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന സജി ചാക്കോയും CPIMൽ ചേരും. ഈ മാസം 16-ന് പത്തനംതിട്ടയിൽ വെച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കും. ഇത് സംബന്ധിച്ച പാർട്ടി സർക്കുലർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ബാബു ജോർജിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. സജി ചാക്കോയും കുറച്ചുനാളായി കോൺഗ്രസിനോട് അകൽച്ചയിലാണ്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യയ്ക്കും 7 വർഷം തടവ്. 2018-ൽ ഇസ്ലാമിക നിയമം ലംഘിച്ച് വിവാഹിതരായി എന്നാണ് കേസ്. വ്യാഴാഴ്ച പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വീണ്ടും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ 3ാമത്തെ ശിക്ഷയാണിത്. 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്കുണ്ട്. ഇറാഖിലും സിറിയയിലുമുള്ള ഇറാൻ കേന്ദ്രങ്ങളിൽ തിരിച്ചടിച്ച അമേരിക്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് അമേരിക്കയുടെ നടപടി. ലക്ഷ്യം കാണും വരെ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. സിറിയയിലും ഇറാഖിലുമുള്ള 85 ഇറാൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ വ്യോമാക്രമണം. അമേരിക്കൻ പോർവിമാനമാണ് 30 മിനിറ്റ് നീണ്ട ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഡ്രോണുകൾ ഉൾപ്പെടെ സൂക്ഷിച്ചിട്ടുള്ള ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം. വടക്കൻ ജോർദനിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് അമേരിക്കയുടെ നടപടി. ഞായറാഴ്ചയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 40-ലേറെ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതിനു പിന്നാലെ ബൈഡൻ ഭരണകൂടത്തിനെതിരെ റിപ്പബ്ലിക്കൻ നേതാക്കൾ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിഡൻസ് ഇൻ ഇറാഖാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ ഇറാൻ നിഷേധിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി യാക്കോബായ സഭ ആസ്ഥാനത്തെത്തിയ ആഗോള സുറിയാനി സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് സപ്രേം രണ്ടാമൻ പാത്രിയാർക്കിസ് ബാവയ്ക്ക് വൻ വരവേൽപ്പ്. മെത്രോപൊലിത്ത ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ്, സഭാ ഭാരവാഹികളും വിശ്വാസികളും ചേർന്നാണ് സ്വീകരിച്ചത്. KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും ബാവയെ കാണാൻ പുത്തൻകുരിശിലെത്തി. നാളെ വൈകിട്ട് ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളനവും പാത്രിയാർക്ക ദിനാഘോഷവും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി V മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ചടങ്ങിൽ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ചാരിറ്റി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ശ്രേഷ്ഠ പുരസ്കാരം ISRO ചെയർമാൻ S സോമനാഥിന് സമ്മാനിക്കും. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ ആറ്റിങ്ങലിൽ നിന്ന് മത്സരിക്കുമെന്ന സൂചന നൽകി BJP നേതാക്കൾ. നരേന്ദ്രമോദി ആറ്റിങ്ങലിന് നൽകുന്ന ഗ്യാരണ്ടിയാണ് V മുരളീധരനെന്ന് സംസ്ഥാന സെക്രട്ടറി S സുരേഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റിന് അവകാശവാദം ഉന്നയിച്ച INTUC. സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. ആലപ്പുഴ സീറ്റിലാണ് INTUCയുടെ പ്രതീക്ഷ. കോട്ടയം നെടുങ്കുന്നത്ത് പാറഖനനത്തിനായി ജിയോളജി വകുപ്പിന് നൽകേണ്ട റോയൽറ്റിയിൽ വെട്ടിപ്പ്. റോയൽ ഗ്രാനൈറ്റ് സ്ഥാപനം 1 മാസം കൊണ്ട് 58 ലക്ഷം രൂപയാണ് വെട്ടിച്ചത്. ജിയോളജി വകുപ്പിന്റെ പാസില്ലാതെ പാറ പൊട്ടിച്ചതായും വിജിലൻസ്. KSEBയുടെയും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെയും മുൻ ചെയർമാനും വനം വകുപ്പ് മുൻ മേധാവിയുമായ TM മനോഹരൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. വൈകിട്ട് 7:30 കൊച്ചിയിലെ വസതിയിലായിരുന്നു അന്ത്യം. ഏറെക്കാലമായി അൽഷിമേഴ്സ് ബാധിതനായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ ശ്മശാനത്തിൽ നടക്കും. മലപ്പുറം ചങ്ങരംകുളത്ത് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ആലംകോട് സ്വദേശി അൻസാറാണ് മരിച്ചത്. വണ്ടിപ്പെരിയാർ കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ്. വീഴ്ച സംഭവിച്ചെങ്കിൽ അന്വേഷിക്കണം, നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും പിതാവ് പ്രതികരിച്ചു. കേസ് അന്വേഷണത്തിലെ പിഴവ് ചൂണ്ടിക്കാണിച്ച് TD സുനിൽകുമാറിനെ കഴിഞ്ഞ ദിവസമാണ് സസ്പെൻഡ് ചെയ്തത്. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കിയത്? ഫ്രം ദ ഡേ 1 ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ്. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഇത് ചെയ്യായിരുന്നു സർ. വണ്ടിപ്പെരിയാർ കേസ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചതിന് പിന്നാലെ കേസ് അന്വേഷിച്ച TD സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു.
പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നതായും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന് കുടുംബം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. തങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രോസിക്യൂട്ടറെ നിയോഗിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായും പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ നമുക്ക് വിശ്വാസമാണ്. അപ്പോൾ ഈ കേസ് എന്തായാലും നമുക്കൊരു നല്ലൊരു വിധി ഉണ്ടാക്കാനായിട്ട് ഹൈക്കോടതിയിൽ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വരെ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഇതിനകത്ത് വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ടി.ഡി. സുനിൽകുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. എറണാകുളം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനാണ് ചുമതല. സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ കുറ്റവിമുക്തനാക്കിയ അർജുന് നോട്ടീസ് നൽകിയിരുന്നു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. 24 ഇടുക്കി. ഡോക്ടറും അബീർ മെഡിക്കൽ ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുറഹ്മാൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. മലപ്പുറം കക്കാട് സ്വദേശിയാണ്. കക്കാട് ജുമാ മസ്ജിദിൽ രാത്രി 8 മണിക്ക് ഖബറടക്കം നടന്നു. അബീർ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലുങ്കൽ മുഹമ്മദ് അനുശോചനം രേഖപ്പെടുത്തി. സൗദിയിൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഡോക്ടർ അബ്ദുറഹ്മാനെന്ന് ആലുങ്കൽ മുഹമ്മദ് അനുസ്മരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.